നമ്മൾ ചില പെർഫ്യൂംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളെ കയ്യിൽ റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലാത്ത പെർഫ്യൂംസ് ചിലപ്പോൾ കുറെ ദിവസം കഴിഞ്ഞാലും അതിന്റെ ഒരു ഫ്രാഗ്രൻസ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും. അതായത് ചില ഫ്രാഗ്രൻസസ് നമുക്ക് ഇതിങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല വൈബാണ്, ഇങ്ങനെയൊക്കെ തോന്നിയിട്ട് എനിക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുള്ള പെർഫ്യൂംസ്, മോസ്റ്റ്ലി ഫ്രഷ് പെർഫ്യൂംസ് ആണ് അങ്ങനെ തോന്നാറുള്ളത്. ചില കോമ്പിനേഷൻസ് നമ്മളെ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് തിരിയും. അപ്പോൾ പിന്നീട് അത് എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ, ദിസ് വൺ അതായിരുന്നു എന്നുള്ള ഒരു തോന്നല് പിന്നീട്. അപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് തോന്നും ഓക്കെ, ചില ഇന്ന് ഇത് യൂസ് ചെയ്ത് ഇറങ്ങിയാലോ, അതല്ലെങ്കിൽ ഇന്ന് മോർണിംഗിൽ ഇത് അപ്ലൈ ചെയ്താലോ, എനിക്ക് അതൊക്കെ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. അതായത് ചില നമ്മുടെ ഒരു മൂഡ് അനുസരിച്ച് പെർഫ്യൂംസ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കാര്യം ഒന്ന്, പിന്നെ ചില ഓർമ്മകളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് അന്ന് ഞാൻ യൂസ് ചെയ്ത ഒരു പെർഫ്യൂം ഇന്നതായിരുന്നല്ലോ എന്നുള്ളതൊക്കെ. അപ്പൊ ഇന്ന് ഞാൻ ഇപ്പോ മോർണിംഗിൽ ഈ വീഡിയോ ചെയ്യണമെന്ന് മോർണിംഗിൽ ഈ നൈക്കി അപ്പ് ആൻഡ് ഡൗണിന്റെ ഡിയോ, ഇതിന്റെ പെർഫ്യൂം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പെർഫ്യൂം ഞാൻ യൂസ് ചെയ്തില്ല, ഡിയോഡറന്റ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തു. ഞാൻ ഈ ഡിയോഡറൻസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡിയോഡറൻസ് എപ്പോഴും ഞാൻ എടുത്തിട്ട് ടേബിളിൽ വെക്കും. നമ്മൾ റൂമിൽ ഇതേപോലെ സാധനങ്ങളൊക്കെ വെക്കുന്ന ചെറിയ ടേബിൾ ഉണ്ടാവില്ല, അപ്പൊ അതിൽ വെക്കും. അപ്പോൾ എപ്പോഴും എടുത്തൊന്ന് ചാർജ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു പർപ്പസിനാണ് ഡിയോഡറൻസ്. പിന്നെ അതല്ലെങ്കിൽ പിന്നെ ഞാനൊരു റൂം ഫ്രഷ്നറായിട്ടും ഈ ഡിയോഡറൻസ് യൂസ് ചെയ്യാറാണ്. അപ്പൊ ഇന്ന് ഈ ഒരു സാധനം ജസ്റ്റ് മോർണിംഗിൽ അപ്ലൈ ചെയ്തു. അപ്പോ ഞാൻ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്നിരുന്നത് ഇതുപോലത്തെ ഒരു ഫ്രാഗ്രൻസ് നമ്മുടെ ബ്രാൻഡിൽ ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ തെരഞ്ഞു നോക്കുമ്പോൾ സാധനം ഉണ്ട്. സാധനം ഒന്നല്ല, ഒരു 4-5 ഉണ്ട്. അപ്പൊ ഈ എക്കോഡിജിയോ, പ്രൊഫൂമോ, പ്രൊഫോണ്ടോ, പിന്നെ സാധാരണ എക്കോഡിജിയോ, പിന്നെ ജിവോൻഷി ബ്ലൂ ലേബല്, പിന്നെ ഈ സെമിയാക്ക് ലിയോഡിസി, പിന്നെ കുറെ ബുൾഗാരി ബോഹോം, അങ്ങനെയുള്ള കുറെ ഫ്രാഗ്രൻസുകൾ ഈ ഒരു കാറ്റഗറിയിലൂടെ പോകുന്നതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷെൽഫിന്റെ ഉള്ളിൽ നിന്ന് ഇവിടെ കുറെ പെർഫ്യൂംസ് നമ്മൾ എടുത്തേക്കാറുള്ള ഷെൽഫ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ 2 തട്ടാക്കിയിട്ടാണ് വെക്കാറുള്ളത്. ഒന്നില് നമ്മുടെ പെർഫ്യൂംസ് അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കും, ഒന്നില് മറ്റുള്ള പെർഫ്യൂംസ് വെക്കും. ഇതെന്തിനാ വെച്ചാൽ കൂടുതലും കുറച്ച് നാൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് കാര്യങ്ങൾ ഇതൊക്കെ നോക്കാനും മറ്റുള്ളതൊക്കെ ആയിട്ട് റെഫറൻസിന് വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നതാണ്. അപ്പോ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്റെ ശേഷം ഞാൻ നമ്മുടെ ഒരു പെർഫ്യൂം, ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചാട്ടോ. അപ്പൊ ഇത് ആക്ച്വലി ഏതായിരുന്നു വെച്ചാല് ഇത് ലേറ്റർസോർ ബ്ലൂ ലേബൽ എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണ്. റെഡ് ലേബൽ എല്ലാവർക്കും പരിചയം ഉണ്ടാവും, ഈ ബ്ലൂ ലേബൽ ആർക്കും പരിചയം ഉണ്ടാവില്ല. അപ്പൊ ഞാനിത് ഫസ്റ്റ് ആയിട്ട് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ഇത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ കയ്യിൽ ഇരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോ ഈ ബ്ലൂ ലേബല് ഇത് നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ ജ്യൂസ് ബ്ലൂ കളർ ആയിരിക്കും കേട്ടോ. ഇത് ഇതിന്റെ കളർ നോക്കണ്ട, ഇത് നമ്മൾ നമ്മുടെ പേഴ്സണൽ യൂസിന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാറ്റി വെക്കുന്നതാണ്. അപ്പൊ എന്തായിരുന്നു ഈ ബ്ലൂ ലേബലിന്റെ ഫ്രാഗ്രൻസ് എനിക്ക് ഇത് അപ്ലൈ ചെയ്തപ്പോ ഇങ്ങനെ എവിടേക്കോ ഇങ്ങനെ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ഞാൻ നമ്മുടെ പെർഫ്യൂംസ് എപ്പോഴും പറയാറുള്ളത് കുറച്ചും കൂടി സ്ട്രെങ്ത് തോന്നാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇതെടുത്ത് രാവിലെ തന്നെ വീണ്ടും ഈ സാധനം എടുത്തിട്ട് ചാർജ് ചെയ്തപ്പോ എന്താ വൈബ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ ഇത് അപ്ലൈ ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് പറഞ്ഞ കാര്യം, അതായത് ഒരു സാധനം നമ്മുടെ മൈൻഡിന്റെ ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട്, ഒരു ഫ്രാഗ്രൻസ് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്, ഒരു അരോമാറ്റിക് ഫ്രഷ്നെസ്സും അതിന്റെ ഒപ്പം വേറെ എന്തോ ഒരു വൈറ്റ് ഫ്ലോറലിന്റെ എന്തോ ഒരു സംഭവം, ഒരു സ്പൈസി നോട്ട്സ് എല്ലാം കൂടി ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു നമ്മളെ മനസ്സ് ഇങ്ങനെ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ ഫൈൻഡ് ചെയ്യാൻ ശ്രമിച്ച സാധനമാണ് ആക്ച്വലി ഇത് യാദർശികമായിട്ട് വന്നു. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നതുകൊണ്ടായിരിക്കാം ഞാൻ ഇന്ന് മോർണിംഗിൽ ഈ സാധനം അപ്ലൈ ചെയ്തപ്പോൾ അതിൽ നിന്ന് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഇതുമായി ബന്ധമുള്ള ഒരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് ചെന്ന് ചാടി. അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ഇതാണ് ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ചിന്തിക്കുന്ന കാര്യം. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിലൂടെ ഇങ്ങനെ ചെന്നെത്തും. അത് പെർഫ്യൂംസിന്റെ ഒരു സംഭവം അങ്ങനെയാണ്, നമ്മൾ ചില ഓർമ്മകളിലേക്ക് നമ്മളെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ എത്തിക്കും. അത് പെർഫ്യൂംസ് നല്ല മിക്ക കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പൊ എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നുള്ളൂ. അപ്പൊ എന്തായാലും ഇതിന്റെ ഫ്രാഗ്രൻസ് അതൊക്കെ ഞാൻ പറയാൻ പറ്റും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ മാത്രം പ്രൊഡക്റ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു ഇതായി ഇവിടുന്ന് കണ്ടോളൂ. ഞാൻ അതവിടെ താഴെ മെൻഷൻ ചെയ്യാട്ടോ. അതിൽ ചിലർ പറയും വീഡിയോ സ്റ്റാർട്ട്സ് ഫ്രം ഇവിടുന്നാണ്, അതിന് മുന്നുള്ളത് വേറെ എന്തൊക്കെയോ പറഞ്ഞു പോയി എന്നുള്ളത്. അത് ഞാൻ ഒരു പെർഫ്യൂം എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് റിലേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള കാര്യം പറയണം. അപ്പൊ എന്തായാലും റിവ്യൂ സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. ഓക്കെ, സോ ദിസ് വൺ ഈസ് ലേറ്റർസോർ ബ്ലൂ ലേബൽ. സോ ബ്ലൂ ലേബൽ എന്നുള്ളത്
ജിവോൺഷി പോഹോം ബ്ലൂ ലേബൽ പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ് ഇത്. ഞാൻ ആദ്യം പറഞ്ഞു ഇതിന്റെ കളറ്, ഈ കളർ കണ്ടിട്ട് ഇതല്ലല്ലോ ഞങ്ങൾക്ക് കിട്ടിയത് കുറച്ച് ബ്ലൂ അല്ലേ എന്ന് ചോദിക്കേണ്ട, ബ്ലൂ കളർ തന്നെയാണ് ഇതുള്ളത്. ഇത് കളർ ആഡ് ചെയ്യുന്ന മുന്നേ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ എടുത്തു വെച്ചു എന്നുള്ളൂ. ഓക്കെ, അപ്പോ ഇത് ജിവോൺഷി പോഹോം ബ്ലൂ ലേബൽ ആ ഒരു പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് വേർഷൻ ആണത്. അപ്പൊ അത് നമ്മുടെ പേര് ലേറ്റർസോർ ബ്ലൂ ലേബൽ എന്ന് തന്നെയാണ്. ഇതിന്റെ ഫ്രാഗ്രൻസ് ഇതിപ്പോ ഞാൻ അപ്ലൈ ചെയ്തു. ഫ്രാഗ്രൻസ് ഇത് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പല പെർഫ്യൂംസും ഓർമ്മ വരും. ഒന്നിപ്പോ ഞാൻ പറഞ്ഞ ഇത് തന്നെ നൈക്കിന്റെ ഇത് പറഞ്ഞാൽ എക്കോഡിജിയോന്റെ ഫ്രാഗ്രൻസ് ആണത്. സോ ഇതിലൊരു എക്കോഡിജിയോ വൈബ് ഉണ്ട്, ഇസമിയാക്കിന്റെ വൈബ് ഉണ്ട്. അങ്ങനെയുള്ള പല പെർഫ്യൂംസിന്റെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നല്ലൊരു വൈബ്, നല്ല ഒരു ക്ലീൻ ആയിട്ടുള്ള, നമുക്ക് ഇങ്ങനത്തെ ഒരു ഇന്ത്യൻ പെർഫ്യൂം ഉണ്ട് നമ്മുടെ ടൈറ്റൻ സ്കിൻ റോ. അതും ഏതാണ്ട് ഇങ്ങനെ ഒരു വൈബാണ്. പക്ഷെ അതിലൊരു ചെറിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ അതിൽ കുറച്ചും കൂടി ഒരു ഫ്രൂട്ടി, നമ്മുടെ നോട്ടിക്ക വോയിസ് എന്നൊക്കെ കിട്ടുന്ന പോലത്തെ ആ ഒരു ഫ്രൂട്ടിനെസ് ഉണ്ട് അതിൽ, ആ ഒരു കുക്കുംബർ കൈൻഡ് ഓഫ്. അത് ഇവിടെ ഇല്ല. ഇത് ഒരു ടിപ്പിക്കൽ ഒരു ഫ്രഷ് അരോമാറ്റിക് ആണ്, ഒരു സ്പൈസി ഫ്രഷ് അരോമാറ്റിക് ആണ് ഇതിന്റെ ഫ്രാഗ്രൻസ് വരുന്നത്. സോ ആ ഒരു ഫ്രാഗ്രൻസ് വന്ന പെർഫ്യൂം ഞാൻ അതാ പറഞ്ഞ കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ എന്റെ മൈൻഡിൽ കിടന്ന് കളിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പൊ ഇത് ഏതാണെന്നുള്ളത് ഒറ്റയടിക്ക് അങ്ങോട്ട് ഡിറ്റക്ട് ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഇൻഡയറക്ട്ലി ഈ നൈക്കിയിൽ വന്നെത്തി അവിടുന്ന് ഇതിലേക്ക് ഇതായിരുന്നു ആ സാധനം എന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പൊ ഇതൊരു ഓഫീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫ്യൂം ആട്ടോ. എല്ലായിടത്തും ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോ മോർണിംഗിൽ അപ്ലൈ ചെയ്ത് ഇതിപ്പോ വീഡിയോ ചെയ്യുമ്പോൾ ഐ തിങ്ക് 10 o'clock ഒക്കെ ലെവലിലെ ടൈം മോർണിംഗിൽ അപ്ലൈ ചെയ്ത് ഞാൻ ഒരു 7:45 ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്താണ്. സ്റ്റിൽ ഫ്രാഗ്രൻസ് ഉണ്ട്. പ്രൊജക്ഷൻ എന്ന് പറയാൻ ഒരു 1 to 1.5 hours വരെയുള്ള പ്രൊജക്ഷൻ ആണ്. കാരണം അതൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. 1.5 hours വരെ കൂടുതൽ അപ്ലൈ ചെയ്താൽ ഫ്രാഗ്രൻസ് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ലോഞ്ചിവിറ്റി എന്നുള്ളത് 4 hours ലെവലിലാണ്. നല്ലോണം ഓവർ അപ്ലൈ ചെയ്തിട്ട് ഓഫീസിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ 5 hours വരെയും കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു ഓഫീസ് പെർഫ്യൂം ആണ്. ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്, വളരെ മൈൽഡ് ആയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ്. സോ ആർക്കാണ് സ്യൂട്ടബിൾ എന്ന് ചോദിച്ചാൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, എസ്പെഷ്യലി പിന്നെ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളുകൾ, പിന്നെ പെർഫ്യൂംസ് മൈഗ്രെയിൻ ഉള്ള ആളുകൾ, പെർഫ്യൂംസിന്റെ ഫ്രാഗ്രൻസ് കുറച്ച് സ്ട്രോങ്ങർ ആയാൽ അലർജി ഉള്ള ആളുകൾ, വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് വളരെ ഇനോഫെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതൊരു ഫ്രഷ് അക്വാട്ടിക് വൈബാണ്. ഈ ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണ്. പക്ഷെ അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഈ അക്വാഡിജിയോലൊക്കെ എക്കോട്ടിക് സ്പൈസിനെസ് കൂടുതലാണ്. ഇതിലൊരു എക്കോട്ടിക് അരോമാറ്റിക് ആണ് കൂടുതലുള്ളത്. കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ഭംഗി ഈ ഒരു ഫ്രാഗ്രൻസിന് തോന്നുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ ട്രൈ ചെയ്ത് നോക്കുക. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസും പ്രൈസൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്.